നടി തൃഷയ്ക്കെതിരായ നടത്തിയ വിവാദ പരാമർശത്തിന്റെ പേരിൽ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്ത ഉദയനിധി സ്റ്റാലിനെ ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയച്ചു. ഉദയനിധിയെ വിട്ടയക്കാൻ മദ്രാസ് ഹൈക്കോടതിയും ഉത്തരവിട്ടിരുന്നു. അന്വേഷണവുമായി ഉദയനിധി സഹകരിക്കണമെന്നും കോടതി നിർദ്ദേശം നൽകി. രാവിലെയാണ് തമിഴ്നാട് പ്രതിപക്ഷ നേതാവ് കൂടിയായ ഉദയനിധിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഐസൻ ജോസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഐസൺ, എന്തായാലും നിർണായകമായൊരു നീക്കമായിരുന്നു. പ്രതിപക്ഷ നേതാവിനെ അറസ്റ്റ് ചെയ്തു. DMK പ്രതിനിധികളൊക്കെ ശക്തമായ പ്രതിഷേധത്തിന്റെ ഇടയിലായിരുന്നു ആ അറസ്റ്റ് വന്നത്. എന്തായാലും ആ രാഷ്ട്രീയ കളി പൊളിയുന്ന ഒരു സാഹചര്യം അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? ആര്യശ്രീ, നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരമനുസരിച്ച് DMK നേതാവായ ഉദയനിധി സ്റ്റാലിനെ വിട്ടയച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിലാണ് ഉദയനിധിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തത്. കോടതിയിൽ സ്റ്റേഷനിൽ എത്തിച്ചതിന് ശേഷം സ്റ്റേഷനിലെത്തിച്ചപ്പോൾ തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാമെന്ന് കോടതിയിൽ നിലപാടെടുക്കുകയായിരുന്നു. ഹൈക്കോടതിയിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിലുമായി ബന്ധപ്പെട്ട വാദത്തിനിടെ പോലീസ് നിലപാടെടുക്കുകയായിരുന്നു. റിമാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് അറിയിച്ചതിന് പിന്നാലെയാണ് ഉദയനിധി സ്റ്റാലിനെ വിട്ടയക്കുകയും ചെയ്തത്. സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ വിട്ടയക്കുകയായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൃഷയ്ക്കെതിരായ മോശം പരാമർശം ആണ് ഈ കേസിൻ്റെ അടിസ്ഥാനപരമായ ഒരു വിഷയമായി ഉയർന്നു വന്നത്. അത് കേസുമായി ബന്ധപ്പെട്ട്, അതായത് നേരത്തെ നമുക്കറിയാവുന്നതാണ്, കാവേരി നദീജലവുമായി ബന്ധപ്പെട്ട് വെള്ളം വിട്ടുകൊടുക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ചില പ്രതിഷേധങ്ങൾ തഞ്ചാവൂരിലൊക്കെ നടന്നിരുന്നു. തഞ്ചാവൂരിൽ നടന്ന ഈ പ്രതിഷേധത്തിൽ പ്രസംഗിക്കുന്നതിനിടെ വളരെ മോശമായൊരു പരാമർശം തൃഷയ്ക്കെതിരെ നടത്തിയെന്നാണ് ഈ കേസായി ഉയർന്നു വന്നത്. അതിൽ മാത്രമല്ല, ഈ കലാപത്തിന് ആഹ്വാനം നൽകുക, സ്ത്രീകളെ അവമാനിക്കുന്ന തരത്തിലുള്ള പദാവലികൾ ഉപയോഗിക്കുക, അതുപോലുള്ള പല വിധത്തിലുള്ള കേസുകളാണ് അയാൾക്കെതിരെ ചുമത്തിയിരുന്നത്. ഉദയനിധി സ്റ്റാലിനെതിരെ ചുമത്തുകയും ചെയ്തത്. ആ കേസുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി സ്വീകരിക്കുകയും ചെയ്തത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള നടപടികളെല്ലാം തന്നെ സ്വീകരിച്ചതിന് ശേഷം, അത്തരത്തിലുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഉദയനിധിയെ വിട്ടയച്ചത് എന്നാണ് ഇപ്പോൾ അറിയാനും സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ തോതിലുള്ളൊരു പ്രക്ഷോഭം തമിഴ്നാട്ടിലെങ്ങും ഉണ്ടാകുന്നൊരു സാഹചര്യം, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നൊരു സാഹചര്യമുണ്ടായി. തഞ്ചാവൂരിൽ TVK പ്രവർത്തകരും അതുപോലെ തന്നെ DMK പ്രവർത്തകരും ഏറ്റുമുട്ടുന്ന സാഹചര്യം പോലും ഉണ്ടായി. അതുപോലെ മദ്രാസ് ഹൈക്കോടതിയുടെ മുന്നിൽ പ്രതിഷേധ പ്രകടനം നടന്നു. അത്തരത്തിലുള്ള നിരവധിയായ നാടകീയ സംഭവങ്ങൾ നടന്നതിന് ശേഷമാണ് ഉദയനിധിയെ വിട്ടയച്ചത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഉദയനിധിക്കെതിരെ സ്ത്രീകൾക്കെതിരെ അശ്ലീല പരാമർശം നടത്തുന്നത് ഉൾപ്പെടെയുള്ള കേസുകളും, അതുപോലെ തന്നെ ഗൂഢാലോചന, കലാപത്തിന് ആഹ്വാനം നൽകൽ, അതുപോലെ തന്നെ ഈ ശത്രുത വളർത്തുന്ന, സമൂഹത്തിൽ ശത്രുതയും ഭിന്നിപ്പും ഉണ്ടാക്കുന്ന നീക്കങ്ങൾ നടത്തുക തുടങ്ങിയ വകുപ്പുകളും ഉപയോഗിച്ചാണ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് ഉദയനിധി സ്റ്റാലിനെ വിട്ടയച്ചിരിക്കുകയാണ്. വ്യക്തമാണ്. ഐസൻ ജോസ് ആണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.